ഹലോ എവരി വൺ, വെൽക്കം ടു ലിറ്റ് ഹബ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നേച്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ്. ഗ്രീക്ക് വേർഡായിട്ടുള്ള ക്രിട്ടിക്കോസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ക്രിട്ടിക് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ടു ജഡ്ജ് എന്നാണ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചറിലുള്ള വേർഡ്സിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. അതാണ് സിംപ്ലി ക്രിറ്റിസിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ നോളജ് ഉപയോഗിച്ച് ഒരു ലിറ്റററി വർക്കിൻ്റെ മെറിറ്റ്സും അതിൻ്റെ ഡെഫിഷ്യൻസീസും, അതായത് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പോരായ്മകളും അനലൈസ് ചെയ്യുന്നു. ഒരു ലിറ്റററി വർക്കിൻ്റെ അനാലിസിസും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുമാണ് ക്രിറ്റിസിസത്തിൻ്റെ ഫങ്ഷൻ എന്നാണ് ടി.എസ്. എലിയറ്റ് പറഞ്ഞിരിക്കുന്നത്. ലിറ്റററി വർക്കിനെ നമ്മൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പല പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് അനാലിസിസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്രിട്ടിക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ലിറ്റററി വർക്കിൻ്റെ കോറിൽ ചെന്നെത്തിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ബേസ്, അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിനെന്തെല്ലാം സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വീക്ക്നെസ് ഏരിയാസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അനാലിസിസിലൂടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഒരു വർക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കിന് ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിനെ വായിക്കാനും അതുപോലെ തന്നെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം ക്രിട്ടിക്കിന് തന്നെ പല ടൈപ്പ് ഓഫ് മീനിങ് അല്ലെങ്കിൽ പല പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഐഡിയാസ് ഗാദർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഈ രീതിയിലായിക്കൂടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു ക്രിട്ടിക്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് തേർഡ് ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം എന്താണെന്നാണ്. അതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്ക് ഒരു വർക്ക് ഇങ്ങനെ റീഡ് ചെയ്യുമ്പം ആ ലിറ്റററി വർക്കിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് മീനിങ് ആണോ കിട്ടുന്നത് അതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സിംപ്ലി. അതിനകത്ത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നത് ആ വർക്കിൻ്റെതായ ലാംഗ്വേജ്, അതിൻ്റെ തീംസ്, ഫിലോസഫി, അതിനകത്തുള്ള ക്യാരക്ടറൈസേഷൻ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഏരിയയാണ് ഡിസ്ക്രിപ്ഷൻ. അതാണ് തേർഡ് ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത്. ഫൈനൽ ഏരിയ ആയിട്ട് പറയുന്നത് ചില ക്രിറ്റിക്സ് ഒരു വർക്കിനെ പറ്റിയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഈ വർക്കിൻ്റെ വാല്യൂ എങ്ങനെയുണ്ട്, അതിൻ്റെ വാല്യൂലെസ് ആണ് അല്ലെങ്കിൽ ഇത് വാല്യൂബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള കമൻസ് പാസ്സാക്കാറുണ്ട്. പക്ഷേ ചില ആൾക്കാരെന്ന് പറയുന്നത് ചില ക്രിറ്റിക്സ് ഇതിൻ്റെ ആക്ടിവിറ്റി ഈ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ഏരിയ വരുമ്പോഴത്തേക്ക് തന്നെ സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് അതിനെപ്പറ്റി ഫർദർ ഡിസ്കഷൻസിനോ വേറെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കമൻസിനോ ഒന്നും പോകാറില്ല. ഇതാണ് സിംപ്ലി നേച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ഏരിയയെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ.